കുറേ ഓഡീഷൻ പരിപാടിയിലൊക്കെ പോയി എങ്ങനെയായാലും സിനിമയിലെത്തുക എന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കും മുതലേ ആണെങ്കിലും എങ്ങനെയായാലും സിനിമയിലെത്തണം. ഞാനും നിഹാലും ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയായാലും സിനിമയിലെത്തണം. പടം കാണണമെങ്കിൽ എൻജോയ് ചെയ്യണമെങ്കിൽ തലച്ചോറ് വീട്ടിൽ വയ്ക്കുക. ഡബ് വേർഷൻ തമിഴിലും തെലുങ്കിലോട്ടും പോകാന്നൊക്കെയാണ്. തെലുങ്കിലൊക്കെ പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് നമ്മൾ പോലും അറിയണ്ട നമ്മൾ പാരന്റിനായി. ഉണ്ട് എല്ലാം ഉണ്ട് എന്തായാലും അത് ഈ പറഞ്ഞാൽ എനിക്ക് തുടക്കം ആക്ടിങ് പരിപാടി മാത്രമായിരുന്നു ഇഷ്ടം. കഥകൾ പോയിട്ട് നമുക്ക് എവിടെയും പോയി പറയാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ളത് വളരെ വിശ്വസിച്ചാണ് പോകുന്നത്. നമ്മുടെ സുഹൃത്ത് വഴിയാണ് ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ആളുടെ അടുത്ത് എത്തിയപ്പോഴേയും ആളുടെ അടുത്ത് സബ്ജക്റ്റ് സംസാരിച്ചു. അതേ ആള് ഞാൻ പോയതിനു ശേഷം ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഇവരോട് എഴുതാൻ പറ്റുമെന്ന് കഥ പറഞ്ഞിരുന്നത്. കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? ഞാനും വിജീഷേട്ടനായിട്ടുള്ള കമ്പനി വെച്ച് ഞങ്ങൾ ഇങ്ങനെ നല്ല സംസാരിക്കേണ്ടത് നല്ല പിടിച്ചിരുന്നതാണ് സംസാരം. അപ്പം അതൊരിക്കലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ സഹകരണം മുന്നേ ഞങ്ങൾ വേറെ 2-3 ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പം അവർ കഥ കേൾക്കുന്നു. കഥ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരിൽ നിന്ന് പിന്മാറും. സാഗരം ഈ പറഞ്ഞ പോലെ പിന്മാറിയിരുന്നു. സാഗരം പിന്മാറി എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിയുമ്പോൾ സാഗരനെ എനിക്കൊരു മെസ്സേജ് അയക്കും, ചേട്ടാ എന്തായി പരിപാടി എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞാൽ മോനെ നീ വാ നമുക്ക് സെറ്റ് ചെയ്യാം, ബാക്കിയൊക്കെ ഒക്കെയാണ് പരിപാടി എന്ന് പറഞ്ഞു. ചേട്ടാ എന്നാൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്നത്. ഒരു ചായ മറിയുന്ന സീനുണ്ടായിരുന്നു. ശരിക്കും ചായ മറിഞ്ഞ് പുള്ളിയുടെ തൊലി കൈയുടെ തൊലി മൊത്തത്തിൽ അങ്ങനെ 2-3 പേരുടെ തൊലി അങ്ങനെ ഊർന്നു പോയി. ആ ഷോട്ട് കട്ട് ചെയ്യുന്നവരെ ആ പുള്ളി മിണ്ടിയില്ല. ആ ഷോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പുള്ളി വന്ന് കൈ ഒന്ന് പൊള്ളി. നമുക്ക് ഇവിടെ തൊലി നോക്കാൻ. ചേട്ടൻ്റെ നാട്ടുകാർ പടം കണ്ടത് ടൂറിസ്റ്റ് ബസ് വിളിച്ച് 47 കിലോമീറ്റർ ഇപ്പുറത്തൊന്നാണ് ഈ പ്രകമ്പനം കണ്ടത്. ആദ്യം തന്നെ സിനിമയുടെ സക്സസിൽ കൺഗ്രാറ്റ്സ് ഉണ്ടാവുള്ളൂ. സിനിമയുടെ ചോദ്യത്തോട് മുമ്പേ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. ഇതേ സമയം തിയേറ്ററിൽ കളിച്ചോണ്ടിരുന്ന സിനിമ സർവ്വമായാണ്. അതൊരു ഗോസ്റ്റ് വരുന്ന സ്റ്റോറിയാണ്. യുവാവിന്റെ ലൈഫിലോട്ട് ഗോസ്റ്റ് വരുന്നു, മാറ്റം സംഭവിക്കുന്നു. ആ ഗോസ്റ്റിന് ഒരു അവരുടെ പാസ്റ്റായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഈ സിനിമയിലും ഈ ഗോസ്റ്റിനും അവരുടെ എന്താ പറയുക പാർട്ണറായിട്ടൊരു പ്രശ്നമുണ്ട്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സിനിമ കാണാൻ പോകുമ്പോൾ തോന്നിയായിരുന്നു. നമുക്ക് ഇന്റർനെറ്റ് സിനിമയാണ്, പക്ഷെ അങ്ങനെ ഒരു സാധനം തോന്നിയായിരുന്നു. ഞാനത് ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതേ നമ്മള് കാണാൻ ചെല്ലുമ്പോൾ വേറെ സിനിമ, അത് പ്രേതം വരുന്നു, ലൈഫിൽ മാറ്റം വരുന്നു. ആ പ്രയത്നം ഈ പ്രയത്നം 2 പേർക്കും പാസ്റ്റ് റിലേഷൻഷിപ്പില് ഒന്ന് ഫീൽ ഗുഡ് പ്രേതം, മറ്റേത് കോമഡി. ഇത് നമ്മൾ എവിടെയും അല്ലെ എപ്പോഴും നീ പറയുന്ന ഹൊറർ ജോണർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ബാക്ക് സ്റ്റോറിയിൽ ഇപ്പം ഈ പറയുന്ന പോലെ അവർക്കൊരു മോട്ടീവ്, ഒരു അച്ചീവ് ഉണ്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഈ കോസ്റ്റ്യൂം തീർച്ചയായിട്ടും അവർക്ക് ഒരു അതെ ഒരു ബാക്ക് സ്റ്റോറിയും ഈ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് അതെ 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 എല്ലാവരും ജീവിതത്തിൽ ഒന്നും പൂർണ്ണമാവുന്നില്ലല്ലോ. അതിപ്പം അല്ലെ ജീവിച്ചിരിച്ച് എത്ര കഴിഞ്ഞാലും നമുക്കൊന്നും പൂർണ്ണതയിൽ എത്താറില്ല. അത് ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആകാം. അതിന്റെ ബാക്കിയായിട്ടാണല്ലോ ഇത്തരം ഹൊറർ സബ്ജക്റ്റുകൾ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ പ്രതികാരത്തിന്റെ കഥയുണ്ടാവും, ചിലപ്പോൾ നിറവേറ്റാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വരുന്നതാകാം. എല്ലാം കഥയാണ്. ഈ ഹൊറർ തന്നെയാണ് രണ്ടാം സിനിമ ഹൊറർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ചെയ്ത സിനിമ ഹൊറർ ആവാന്നുള്ള ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ കാരണമില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ എൻ്റെ ആദ്യ പടം കഴിഞ്ഞ് 2ാമത്തെ പടം ഈ പറയുന്ന ഒരു ആക്ഷന് പ്രാധാന്യം, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു എന്താ പറയേണ്ടത് വേറെ ടൈപ്പ് ഓഫ് ജോണർ പടമാണ് അത്. ഈ പറയുന്ന പോലെ ത്രില്ലർ ഉണ്ട് അതിനകത്ത്, പിന്നെ ഈ പറയുന്ന പോലെ ഫാൻറ്റസിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത്തരം പരിപാടിയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് എഴുതി കംപ്ലീറ്റ് ചെയ്തതും. അപ്പം അതിൻ്റെ എനിക്ക് തോന്നുന്നു പരിപാടികൾ കുറച്ച് നീക്കുപോക്കൊക്കെ വളരെ സ്ലോ ആയി പോകും. അതിൻ്റെ അത്രയും സ്ലോ ആയി പോകുന്നതിൻ്റെ ഇടയിലാണ് നമുക്ക് ഇങ്ങനൊരു പരിപാടി, ഇതിൻ്റെ ഒരു കഥ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അത് ഒരു വർഷം മുന്നേ അങ്ങനെ ഒരു സബ്ജക്റ്റ് എൻ്റെ കയ്യിൽ കിടക്കായിരുന്നു. പിന്നെ നമ്മൾ എനിക്ക് ഒരു 6 മാസം കൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്ത പരിപാടിയാണത്. 6 month ഇതിന്റെ സ്ക്രിപ്റ്റിന് എടുക്കേണ്ടി വന്നത്. അതെ പെട്ടെന്നായിരുന്നു. അതിലും ഇപ്പൊ ഗോസ്റ്റ് നമ്മള് സിനിമ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയെങ്കിലും സാധാരണ നമുക്ക് ഒരു ഭേദബാധ ഉണ്ടാവുന്നതിന് കൺവെൻഷൻ രീതിയിലുണ്ട്. സാധാരണ നമ്മൾ സിനിമയിൽ കാണാറില്ല. മറ്റേ പഴയ ആണി മറിക്കുന്ന പോലെ ഓജ മോഡലുള്ള പല രീതികളുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ മുക്കിൽ വലിച്ചിട്ട്
ആ ഒരു സാധനം ഈ ഒരു ഐഡിയ എപ്പോഴാണ് ക്രാക്ക് ചെയ്യുന്നത്? അത് ക്രാക്ക് ചെയ്യുന്നത് ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരണം നടന്നു. അപ്പോൾ ആ മരണം നടക്കുമ്പം പുള്ളി, ഞാൻ കാസർഗോഡ് ഒരുപാട് എൻഡോസൾഫാൻ ബാധിതരായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മരിച്ച വ്യക്തിയും ഇതുപോലെ എൻഡോസൾഫാൻ ബാധിതരായ ഒരാളാണ്. അപ്പോൾ ഞാനും വൈഫും കൂടി ആ മരണത്തിന് പോയി. അപ്പം അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നതിൻ്റെ സമയത്ത് അവിടെ കുറേ ആൾക്കാർ കൂടിയേക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു പുള്ളി എന്നോട് നോക്കി. ആ പുള്ളി നാട്ടിലെ അത്യാവശ്യം നല്ല വെള്ളമടിച്ച് നടക്കുന്നൊരു സുഹൃത്താണ്. അപ്പോൾ പുള്ളി ജോലിക്കൊന്നും പോകാറില്ല, കിട്ടുന്ന സമയമൊക്കെ വെള്ളമടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നൊരു സ്വഭാവമുള്ള പുള്ളി വളരെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു, വിജേഷ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചെന്താ? ആ പുള്ളി പറഞ്ഞു, ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തിനൊരു സമാധാനം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ജീവിതത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനൊരു മോശം കിട്ടാൻ നമുക്ക് ഈ ചിതാഭസ്മം എടുത്ത് ഗംഗയിൽ കൊണ്ടൊഴിക്കാലോ, കാശിയിലോ ഗംഗയിലോ കൊണ്ടൊഴിക്കാലോ എന്ന് വെച്ച്. അപ്പോൾ ഞാൻ അത്രയും ദൂരം പോകണോ? ഇല്ല, അതിന് വലിയ ചിലവൊന്നുമില്ല, ചെറിയ പൈസ ആവുള്ളൂ, നീ എനിക്ക് തന്നാൽ മതി, ഞാൻ റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ചിരിച്ചിറങ്ങിപ്പോയി. പോകുന്നതൊക്കെ വൈഫ് എന്നോട് പറഞ്ഞു, കാശിയിലും ഗംഗയിലും ഒഴിക്കുക തന്നെ, ആ പൈസയും കൊണ്ടുപോയി വെള്ളം അടിക്കും, എന്നാൽ അതിനിപ്പോൾ കൊണ്ടുപോകുന്ന സാധനം ചിലപ്പോൾ ഇതിനകത്ത് വാരി തിന്നുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു തമാശക്ക് പറഞ്ഞാണത്. എന്നിട്ട് ഞങ്ങൾ ചിരിച്ചു വന്നു. അപ്പോൾ അവിടെയാണ് എനിക്ക് സ്ട്രൈക്ക് അടിച്ചത്. ഈ ചിതാഭസ്മം ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആത്മാവ് പലതും വരുന്നത്. അതെ അതെ അതെ, ആ ഒരു എലമെന്റിൽ തന്നെയാണ് എല്ലാവരും ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും കമ്മിറ്റ് ആയത് ഈ പടത്തിലോട്ട്. വെറൈറ്റി ആണല്ലോ. വളരെ വ്യത്യസ്തമായിരുന്നു. ഈ കാസ്റ്റിംഗ് ഒക്കെ നേരത്തെ മൈൻഡിലുണ്ടായിരുന്ന കാസ്റ്റിംഗ്സ് ആണോ അതോ എങ്ങനെയായിരുന്നു? കാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ അന്ന് ആദ്യം ബോധമായിട്ടില്ലായിരുന്നു. കാരണം വെച്ചാൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇതിന് കണ്ണൂരിൽ നിന്നാണ്, നമ്മളൊക്കെ മലബാറിൽ നിന്ന് വരുമ്പോൾ നമ്മൾ എന്തൊരു കഥ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരും നമ്മുടെ ചുറ്റുവട്ടവും അല്ലെ നമ്മൾ കണ്ടു വളർന്ന കുറച്ച് സാഹചര്യങ്ങളാണ് നമുക്കത് പെട്ടെന്ന് വരുള്ളൂ. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ കഥ സിനിമ എടുത്തു കഴിഞ്ഞാൽ, ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ ഈ പറയുന്ന മലബാറായിട്ടൊരു ടച്ചിൻ്റെ സിനിമയാണ്. അപ്പോൾ ഈ സിനിമക്കകത്ത് നമ്മൾ എഴുതി വരുമ്പോൾ തന്നെ അങ്ങനെ തന്നെ, കാരണം ഇതിൻ്റെ റൈറ്റർ ശ്രീഹരി എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡുകാരൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയുന്ന ചുറ്റുവട്ടമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കഥ എഴുതുക. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ പറഞ്ഞ ചെമ്പകത്തമ്മയുടെ വീട് എന്ന് പറയുന്നത് കണ്ണൂരാണ്. അപ്പോൾ അവിടെയുള്ളൊരു കഥാപാത്രം സിദ്ധു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു ഈ കണ്ണൂർ സ്ലാങ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഗണപതിയോട് പോലും പറയാണ്ട് തന്നെ ഗണപതിനെ മനസ്സിലാദ്യമേ സ്ഥാപിച്ചു. ഓക്കെ, സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണിത്. പിന്നെ ഒരു ഹോസ്റ്റലാകുമ്പോൾ തീർച്ചയായിട്ടും പല ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അതിപ്പോൾ ഈ പറയുന്ന പോലെ തൃശ്ശൂരുണ്ടാകും, ഇടുക്കി ഉണ്ടാകും, കൊല്ലം ഉണ്ടാകും. അപ്പോൾ കൊല്ലം ഭാഷ, എനിക്ക് കൊല്ലം എനിക്ക് അതാണ്. കാരണം വെച്ചാൽ കൊല്ലത്തിന്റെ സ്ലാങ് എനിക്ക് ഭയങ്കര, കൊല്ലം ഹ്യൂമർ ഭയങ്കരമായിട്ട് പെട്ടെന്ന്, അതെ അതെ, കൊല്ലം ഹ്യൂമറിലെ കൂടി ഇവൻ നോർമലി പറഞ്ഞാൽ അത് ശരിയാ എന്ന് പറഞ്ഞ, അതെ അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപാടി. അതെ പറ്റില്ല ഇവര്, അതെ. അപ്പൊ ആ നിർബന്ധം ഉണ്ടായി നമുക്ക് കൊല്ലത്ത് അങ്ങനെ ഒരു സ്ലാങ് കിട്ടുന്നവരാരെങ്കിലും നോക്കാന്നുള്ള രീതിക്ക് ഞാൻ ഇവരെ മൊത്തം ടീമിനെ തന്നെ എടുക്കാന്ന് വെച്ചാണ്. അപ്പം അവരും ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ബിസിയായി. അമീനായിരുന്നു എന്തായാലും ഇതിനകത്ത് മെയിൻ കാസ്റ്റിംഗ് വന്നത്. അമീനായിരുന്നു ആദ്യമേ നമ്മൾ നോട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ മുഖേന അമീന കാസ്റ്റിംഗിൽ സംസാരിച്ചു. പിന്നെ കോമഡി പറഞ്ഞാൽ വിജീഷേട്ടൻ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞതിന് മുമ്പ് ഞാൻ വിജീഷേട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴി പരിപാടി കേട്ടു. വിജീഷേട്ടൻ തന്നെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇതിടക്ക് പോയി കേട്ട്, ഞാൻ നല്ല കഥയാണല്ലോ, ഇത് അടിപൊളി കഥയാണല്ലോ. അപ്പം ഞാൻ ആ പുള്ളിയെടുത്ത് ചോദിച്ചു, ചേട്ടൻ ഇത് ചെയ്തുകൂടെ? ഇല്ല, ചെയ്യാൻ പറ്റില്ല, വേറൊരു പ്രശ്നമുണ്ട്. ഈ കഥ ഞാൻ വിജീഷേട്ടൻ്റെ അടുത്തൊരു പറയുന്നതിന് 2 മാസം മുമ്പേ എനിക്ക് ഇതിൻ്റെ ഒരു പ്ലോട്ട് അറിയാം. അപ്പം ഞാനത് വേറൊരു പടത്തിൻ്റെ ഒരു പറയുന്നില്ല, വേറൊരു പുള്ളി വഴിയാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ അന്ന് പുള്ളി എടുത്തോളൂ. അപ്പോൾ ചേട്ടാ ഇത് ചെയ്തുകൂടെ? അപ്പം ഇല്ല, അത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു പ്രശ്നമുണ്ട്. അപ്പം എനിക്കറിയണല്ലോ ഈ പുള്ളിയുടെ കഥ. ഞാൻ പറഞ്ഞ ഓക്കെ. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അപ്പം ആ കഥ ഇങ്ങനെ കേട്ടപ്പോൾ നിഹാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിജീഷേട്ടൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ നിഹാലും ഉണ്ട്. അത് കേട്ടോണ്ടിരിക്കാൻ നേരത്തെ എനിക്കൊരു സംശയം, എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പം നിഹാലും എന്നെ നോക്കി, അതല്ലേ അങ്ങനെ വിജീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വരും, ഈ പടം ഇങ്ങനെ ഹിറ്റ് അടിക്കും. അത് വന്നൊരു രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഞാനൊരു പുള്ളിയുടെ അടുത്ത് നമുക്കിതാണ്, നമ്മളിപ്പം കഥകൾ പോയിട്ട് നമുക്ക് എവിടെയും പോയി പറയാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ളത്. നമ്മളൊരു പ്രൊഡക്ഷനിൽ പോയി കഥ പറയുമ്പം അവിടുന്ന് കഥ ലീക്കാവുക, അല്ലെങ്കിൽ ആ കഥ അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് വഴി, അതെ 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 അതെ, ഞാൻ ഈ പറയുന്നത് നമ്മൾ വളരെ വിശ്വസിച്ചാണ് പോകുന്നത്. നമ്മുടെ സുഹൃത്ത് വഴിയാണ് ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ആളുടെ അടുത്ത് എത്തിയപ്പോഴേയും ആളുടെ അടുത്ത് സബ്ജക്റ്റ് സംസാരിച്ചു. അതേ ആള്
ഞാൻ പോയതിനു ശേഷം ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഇവരോട് എഴുതാൻ പറ്റുമെന്ന് കഥ പറഞ്ഞു കോമഡി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? അതെ അത്ര സംഭവിക്കില്ല അവിടെ. അതെ അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കണത്. എൻ്റെ അടുത്തേക്ക് അമീൻ വരികയും അമീൻ കഥ കഴിഞ്ഞ് ചേട്ടാ ഒരു കാര്യം പറയണത് ഞാൻ തന്നെ ഈ കഥയിലോട്ട് എത്തിയത്. അതെ 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 ഇറങ്ങി തിരിച്ചു. അപ്പം എവിടെയൊക്കെയോ ഈ കഥയുമായിട്ട് എന്തൊക്കെയോ കണക്ട് ഉണ്ട് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അമീനിലേക്ക് അവര് പോയതും ഞാൻ പോയതൊക്കെ അമീനിലേക്ക് അങ്ങനെയാണ്. അവര് അമീനിലോട്ട് പോയതെന്ന് വെച്ചെങ്കിൽ ഇതിൽ ഹ്യൂമർ ഒന്ന് വർക്ക് ചെയ്തിട്ട് അവർക്കും അവരുടെ മൈൻഡിൽ വന്ന ഒരാളായിരിക്കണം. അതെ അല്ല ഓൾറെഡി അവരോട് ഞാൻ കാസ്റ്റിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല, ഈ പരിപാടി അമീനൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവര് അമീനൊക്കെ വിളിച്ചിട്ട് ഇത് അതെ 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 ഈ സാഗറിന് എങ്ങനെയായിരുന്നു? കാരണം സാഗർ ഇതിന് മുമ്പുള്ള നമ്മളെ മൈൻഡ് ഇമേജ് മറ്റേ ഡോൺ സബാസ്റ്റ്യനാണ്, ഭയങ്കര ടവർ ഇമേജ് ആണ്. അതിൽ നിന്ന് ഒരു ഷെയ്ഡും ഇല്ലാത്ത സാഗർ ഇതിനകത്ത് നിങ്ങൾ തട്ടിമുട്ടിയിലെ സാഗറിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും സിനിമയിൽ ഇപ്പൊ തൊട്ട് മുമ്പത്തെ ഇമേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് ഭയങ്കര ഹിറ്റ് ഇമേജ് ആണ്. സ്വാഭാവികമായിട്ടും ആളുകൾ അടുത്ത സാഗറിനെ അപ്രോച്ച് ചെയ്യുക ചിലപ്പോ ഒരു നെഗറ്റീവ് ഷെയ്ഡിലായിരിക്കാം. പൊതു രീതി അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് എന്റെ ഡിഫറെന്റ്. അപ്പൊ സാഗറിനെ എപ്പോഴാണ് മൈൻഡിലോട്ട് വരുന്നത്? സാഗർ ഇതിന് പറ്റുന്നുള്ളത് ഈ പറഞ്ഞ പോലെ തട്ടിമുട്ടിയാണോ അതോ? അല്ലല്ല സാഗറിന് സാഗറിന് മുന്നേ ഞങ്ങൾ വേറെ 2-3 ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പം അവര് കഥ കേൾക്കുന്നു, കഥ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരിൽ നിന്ന് പിന്മാറും. ഈ പോയ ആർട്ടിസ്റ്റുകൾ പിന്മാറും. അവസാനം നല്ല രീതിക്കാണ് പണി ഹിറ്റായി നിൽക്കുന്ന ടൈമാണ്. അപ്പം ഞാനിങ്ങനെ സാഗറിൻ്റെ കാര്യം പറയുമ്പം എല്ലാവർക്കും ഡൗട്ടാണ്, അത്ര നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരാൾ പറ്റുമോ അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. അപ്പം ഈ പ്രൊഡക്ഷൻ എടുത്ത് ഒന്നേ പറഞ്ഞുള്ളൂ, പുള്ളിയെ വെച്ച് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ആളുടെ കരിയറിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, നമ്മൾക്കും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അത്ര നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഏൽപ്പിക്കുമ്പോൾ അതൊരു ശരിക്കും ഒരു വെല്ലുവിളിയാണ്. എന്നാൽ പോലും നമുക്ക് ആ വെല്ലുവിളി എടുക്കാം. പിന്നെ ഈ പറയുന്ന പോലെ സാഗറിന്റെ പഴയ കുറച്ച് പരിപാടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായി പുള്ളി ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സാഗർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇതുമില്ലായിരുന്നു, പക്കാ കോൺഫിഡൻസ് ആയിരുന്നു സാഗർ. പക്ഷെ ആള് നമ്മൾ കാണുന്നതല്ല, ജനുവൻ നോക്കി കഴിഞ്ഞാൽ ആള് വളരെ സൈലന്റ് കോമഡി അല്ല. എനിക്ക് ഞങ്ങളിപ്പോൾ വിജയ് ചേട്ടനാണേലും ലൊക്കേഷൻ സമയത്ത് ഡയറക്ഷൻ പരിപാടിയായിട്ട് തിരക്കായിരിക്കും. അപ്പം ഞാനും സാഗറും ഗണിച്ചേട്ടനായിരിക്കും എപ്പോഴും ഒരുമിച്ച്. പുള്ളി എപ്പോഴും ഭയങ്കര ചില്ലായിട്ടുള്ളൊരു മനുഷ്യനാണ്. പണി അത് കഷ്ടപ്പെട്ട് അഭിനയിച്ചത്. പക്ഷെ ഇതിലെനിക്ക് തോന്നുന്നു വലിയ അച്ചമ്മയുടെ പരിപാടി വരുമ്പോൾ മാത്രമേ പാട് വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതായത് സാഗർ ഈ കഥ കേട്ടിട്ടും സാഗറിന് ഭയങ്കരമായിട്ട് വർക്കായി. സാഗറും ഈ പറഞ്ഞ പോലെ പിന്മാറിയിരുന്നു. സാഗർ പിന്മാറി എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിയുമ്പോൾ സാഗർ തന്നെ എനിക്കൊരു മെസ്സേജ് അയക്കും, ചേട്ടാ എന്തായി പരിപാടി എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞാൽ മോനെ നീ വാ നമുക്ക് സെറ്റ് ചെയ്യാം, ബാക്കിയൊക്കെ ഓക്കെയാണ് പരിപാടി എന്ന് പറഞ്ഞു. ചേട്ടാ നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത്. പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പല ആൾക്കാരും ഇതിന്ന് വിടാണ്ടായ സാഹചര്യം വെച്ചെങ്കിൽ ആ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഷിഫ്റ്റ് സംഭവിക്കുന്നിടത്തും മിമിക്കായി പേടിയാണ്. ഇത് ചെയ്യുമ്പോൾ മിമിക്കായി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ആ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കരിയറിലേക്ക് ഉണ്ടാകുന്ന ചിലപ്പോൾ മോശം പേരായിരിക്കാം. അതെ അതെ കാരണം പടം ഇറങ്ങുന്നതിന് തലേന്ന് ഞാനും ഗണിച്ചേട്ടനെന്ന് പറഞ്ഞു സാറേ നിന്റെ പരിപാടി ഓക്കെയാണെങ്കിൽ ഞാനും ഗണപതി സേഫാ. കാരണം പടം ഷോൾഡർ ചെയ്ത അവനാണ്, അവന്റെ പരിപാടി ഇതായ ബാക്കി എല്ലാരും സേഫ് അതിനകത്ത്. പക്ഷെ ആളത് നന്നായിട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഒന്ന് ഞാൻ ഷൂട്ട് തുടങ്ങിയപ്പോഴേ സെറ്റായി. പുള്ളി ആ ക്യാരക്ടറിലേക്ക് നന്നായിട്ട് ചെയ്തു. പുള്ളി അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നു. കാരണം വെച്ചെങ്കിൽ എനിക്ക് ഒരു സീനിലല്ല ഇപ്പോഴും ഒരു ചായ മറിയുന്ന സീനുണ്ടായിരുന്നു. ശരിക്കും ചായ മറിഞ്ഞ് പുള്ളിയുടെ തൊലി കൈയുടെ രണ്ടാമത്തെ ദിവസം തൊലി മൊത്തത്തിൽ അങ്ങനെ 2-3 പേരുടെ തൊലി അങ്ങനെ ഊർന്നു പോയി. ആ ഷോട്ട് കട്ട് ചെയ്യുന്നവരെ ആ പുള്ളി മിണ്ടിയില്ല. ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പുള്ളി വന്ന് തോന്നുന്നത് കൈ ഒന്ന് പൊള്ളി നമുക്ക് ഇവിടെ തൊലി മൊത്തം പോയി. പിന്നെ അതിൻ്റെ അടുത്ത് പല ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് പുള്ളിക്ക്. എന്നാൽ സമയത്തൊക്കെ ആണെങ്കിലും പിന്നെ ഇവരെല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ടു. എനിക്കറിയാം ഏകദേശം വെളുപ്പിന് 3 മണി വരെയൊക്കെ ഷൂട്ട് പോകും, 4 മണി വരെയൊക്കെ പോകും. ഇവരൊക്കെ ഭയങ്കര എനർജി ആയിട്ട് നിന്നു. ഇവന്മാരുടെ എനർജി തന്നെയാണ് ഈ പടത്തിന് കാണാനുള്ളത്. അങ്ങനെ നിന്നുകൊണ്ടാണ് ഈ വിജയം ശരിക്കും. തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഇവരൊക്കെ എടുത്ത അത്രത്തോളം ഹാർഡ് വർക്കും ഈ പറയുന്ന പോലെ ഡെഡിക്കേഷൻ, വളരെ നല്ല കുട്ടികളായിട്ട് സെറ്റിൽ കറക്റ്റ് ടൈമിൽ വരിക, കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പോകുക എന്നൊക്കെ പറയുന്നത് ഗണപതി ആണെങ്കിൽ യൂത്ത് ഏജിലുള്ള ആളുകളെ
എന്താ മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ പല ഡയറക്ടേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, യൂത്തിനെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഒന്നുമില്ല, ഇവരുടെ കൂടെ ഇവരുടെ ഒരാളായിട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് അല്ലേ എന്ത് രസമായിട്ട് ചെയ്യാം. പൊതുവെ പരാതി പറയും ഇല്ല, യൂത്തിൻ്റെ കൂടെയാണ് അത് കണക്ക് ഇപ്പം അതിങ്ങനെ പ്രശ്നം വരുന്നതാണ്. ഇപ്പോൾ യൂത്ത് ചിലപ്പോൾ ഇച്ചിരി പ്രതികരിക്കുന്ന കൂട്ടത്തിലായിരിക്കും. നമ്മളുടെ അടുത്ത് ഇപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് കറക്റ്റായിട്ടുള്ള ഇപ്പോൾ ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. നമ്മളത് നല്ല രീതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അത് കണക്കാണ് തിരിച്ചിപ്പം ചില പ്രൊഡക്ഷനൊക്കെ ഉണ്ട്, യൂത്ത് പുതിയ പിള്ളേരാകുമ്പോഴത്തേക്ക് മാരെ പുതിയല്ലേ മാരെ ഒന്ന് ഇതാക്കി കളയാം, കുറച്ച് റാഗ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവർക്ക് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കായിരിക്കും ഈ പിള്ളേരൊക്കെ പ്രതികരിക്കണേ. വരുമ്പോഴേ സോഷ്യൽ മീഡിയ വരുന്നത്, സോഷ്യൽ മീഡിയയിൽ ഫെയിമായിട്ട് വരുന്നത്. പക്ഷേ സിനിമ ഇന്ത്യയിൽ വേറൊരു വർക്കിംഗ് കൾച്ചറാണ്, രീതിയാണ്. അപ്പോൾ ചേട്ടാ ഈ പറഞ്ഞ പോലെ ഒരു യുവാവ് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരു സീനിയർസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാവും? എനിക്ക് പ്രകമ്പനത്തിൻ്റെ സെറ്റ് ചെയ്യുന്ന എനിക്ക് ഒരു പരിപാടിയും കിട്ടിയിട്ടില്ല. എനിക്ക് ഞാൻ എടുത്ത് താങ്ക്സ് പറയേണ്ട ഗണിച്ചേട്ടൻ്റെ അടുത്തും സാഗറിൻ്റെ അടുത്തും. കാരണം അവർ ഇപ്പം ഞാനൊരു പുതിയ ന്യൂ ഫേസ് ആണെന്നോ അല്ല ഇങ്ങനത്തെ നിന്ന് വരുന്നതാണെന്നോ ഒരു പരിപാടിയില്ല. അവരെങ്ങനെയാണ് ഒരു കോവർക്കറിൻ്റെ അടുത്ത് പെരുമാറേണ്ട, അത് അതിലിതായിട്ട് എൻ്റെ അടുത്ത് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ. ഇപ്പോൾ എല്ലാവർക്കും ക്യാരവണിൽ പോലും ഓരോ ക്യാബിൻ ഉണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരു ക്യാരവണിൽ തന്നെ ഇരുന്നു പരിപാടി ഉച്ചയാകുമ്പോഴത്തേക്ക് ഫ്രീ ആകുമ്പോഴത്തേക്ക് വിജയ് ചേട്ടനും വരുന്നു. പിന്നെ ഒരു 1.5 മണിക്കൂറത്തേക്ക് ഞാൻ പറഞ്ഞു അത് അത്യാവശ്യം സീനിയർ ആക്ടർ. എനിക്ക് യൂത്ത് പരിപാടി കിട്ടിയിട്ടില്ലല്ലോ, നമ്മളൊക്കെ അത്യാവശ്യം ഫസ്റ്റ് പടമാണ് ആ രീതിയിൽ തന്നെ. പക്ഷെ ഇവിടെ ആയപ്പോൾ യൂത്ത് പരിപാടികൾ കിട്ടി, അത്യാവശ്യം മറ്റേ ടീമിനെ കിട്ടി. പിന്നെ ഈ സാഗറിനെ തന്നെ മല്ലിക സുകുമാരൻ ഒരു കാസ്റ്റിംഗ് ഉണ്ട്. പുള്ളിക്കാരന്റെ വോയിസും സാഗറും, സാഗറിന്റെ എക്സ്പ്രഷൻ മല്ലിക സുകുമാരന്റെ വോയിസ്, ഇത് നമുക്ക് വിചാരിക്കാത്ത ഒരു കോമ്പിനേഷൻ. ഈ മല്ലിക സുകുമാരൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു? ഇല്ല, അതിലും ഈ പറയുന്ന പോലെ തന്നെ എഴുത്ത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് ആരെ വെച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പല തരത്തിലും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രൊഡക്ഷൻ്റെ അടുത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ശങ്കർ ശർമ്മ, ആള് എൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ടൈമിൽ ശങ്കറും ഇതിനകത്ത് ജോയിൻ ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രിപ്റ്റിംഗ് സമയത്ത് ഇങ്ങനെ ഡിസ്കഷൻ ചെയ്യായിരുന്നു, അപ്പോൾ ഇത് ആരെ വെച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ശങ്കറാണ് എന്നോട് പറഞ്ഞു, വിജയ് ചേട്ടാ നമുക്ക് മല്ലികാമേനെ ഒന്ന് ട്രൈ ചെയ്താലോ. കാരണം ഇപ്പം ശങ്കർ എനിക്ക് തോന്നുന്നു ഗഗനചാരി ചെയ്തത്, അപ്പം അതിനകത്തും ഈ പറയുന്ന പോലെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം ശങ്കർ എന്നോട് ഇങ്ങനെ ഒരു റെഫറൻസ് പറഞ്ഞു, അതൊന്ന് കണ്ടു നോക്ക്. ഞങ്ങൾ വേറെ പല ആൾക്കാരെ നോക്കിയിരുന്നു, എനിക്ക് തോന്നുന്നു അത് ചെയ്തിരുന്നു ചിലപ്പോൾ ഇത്രത്തോളം എത്തില്ലായിരുന്നു. അതെ, ഫെമിലിയർ ആയിട്ടുള്ള ഒരു അല്ലേ. അതെ, പിന്നെ പുള്ളിക്കാരന്റെ കയ്യിൽ ഒരു ജോക്ക് ഉണ്ട്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ ടോണിൽ ജോക്കുള്ള ഒരാളാണ്. സീരിയസ് ആയിട്ട് പറയാണോ അതോ ട്രോൾ ചെയ്താണോ? അല്ല ചേച്ചി, അതുകൊണ്ടാണ് ഈ പടത്തിൻ്റെ അകത്തൊരു കുറവ് വന്നിട്ടുള്ളത്. കണ്ണൂരുള്ള ഇടയിലൊക്കെ എങ്ങനെ ഒരു തിരുവനന്തപുരംകാരി എത്തിയിട്ടുള്ളത് ബാക്ക് സ്റ്റോറിയൊക്കെ ഉണ്ട് അതിനകത്ത്. കാരണം നമുക്കിത് കണ്ണൂർ, കാരണം ചേച്ചിക്ക് കണ്ണൂർ പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണം കുറച്ച് പണിയുണ്ട്, പക്ഷെ അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. അസിക പിന്നെയും പിടിച്ചു പോയിട്ടുണ്ട്. ചേച്ചി എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഫുള്ളപ്പ് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ പരിപാടി ചിലപ്പം പാളിപ്പോയാകാം. അപ്പം ചേച്ചിയുടെ ക്യാരക്ടർ നമ്മൾ ആദ്യമേ വെച്ചു, ഇത് തിരുവനന്തപുരത്തുള്ളൊരു ക്യാരക്ടറായിട്ട് തന്നെ പിടിച്ചിട്ടുള്ള പടത്തിനകത്ത്. തിരുവനന്തപുരത്ത് നിന്ന് കളരി പഠിക്കാൻ വേണ്ടി തലശ്ശേരി വന്ന് കളരി കാണിക്കുന്നത് അതാണല്ലോ ഫൈറ്റ് ഒക്കെ വരുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ ഇവരുടെ പല ഇടയിലും ആ ഡയലോഗ്സ് കയറി വരുന്നുണ്ട്. പഴയ തെക്കുന്ന് കെട്ടുണ്ടായിരുന്നു, പഴയ കളരിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പരിപാടികൾ വരുന്നുണ്ട്. അപ്പൊ ലൈൻമാനായ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ലൈൻ അടിച്ച് കിട്ടിയതാണ് ചെമ്പത്തമ്മേന. അതേപോലെ ഇപ്പൊ രാജേഷ് മാധവനുണ്ട്. രാജേഷ് മാധവനെ പൊതുവെ ഇപ്പൊ കാസർഗോഡോ കണ്ണൂരുള്ള കഥയില് മൂപ്പരെ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ണൂർ കാസർഗോഡാനായിട്ടായിരിക്കും. ഇതിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാത്ത വേറൊരു ലോകത്താണ്. സിനിമ അതുപോലെ പോകുന്ന ലോകമല്ല വേറൊരു ലോകമാണ്. മൂപ്പരുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? മൂപ്പരുടെ കാസ്റ്റിംഗ് ഈ പറയുന്ന പോലെ തന്നെയാണ്. നമ്മൾ വേറെയും 2-3 ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും ഈ പറയുന്ന പോലെ അവരുടെ ഡേറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്ന് അപ്പോഴാണ് രാജേഷ് എൻ്റെ സുഹൃത്താണ്, മുന്നേ സുഹൃത്താണ്, സിനിമക്ക് മുന്നേ സുഹൃത്താണ്. അപ്പോൾ രാജേഷിനെ വിളിക്കും, സംസാരിക്കും, രാജേഷൊക്കെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് രീതിക്കാണ് രാജേഷിലേക്ക് പോയത്. രാജേഷിൽ പോകാൻ വേറൊന്നും കൊണ്ടല്ല, സുഹൃത്ത്
നമ്മൾ സുഹൃത്തിനൊക്കെ പെട്ടെന്ന് ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് കാസർഗോഡ് നിന്നൊരു വ്യക്തി സിനിമ ചെയ്യുന്നു, അപ്പൊ കാസർഗോഡിലെ കുറെ ആൾക്കാരെ കൊണ്ട് അങ്ങ് കാസ്റ്റ് ചെയ്യുന്നൊരു പൊതുവേ ഒരു കിംബദന്തി ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. പക്ഷെ രാജേഷ് അത് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവല് വേറെതാണ്. കാരണം വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് വേറെ ആൾക്കാർ 2-3 ആൾക്കാർ വേറെ നോക്കിയിരുന്നു, അവര് വന്നിരുന്നെങ്കിൽ പോലും ഈ ഒരു പീക്കിൽ എന്തായാലും അത് എത്തില്ലായിരുന്നു. രാജേഷിന്റെ കയ്യിൽ ഭദ്രമാണ് സാംസ്പ്ലാസ്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ അല്ലേ, ഭദ്രമാണ്. 2 സിനിമകളിലും നോർത്ത് കേരള ഇമ്പോർട്ടന്റ് ആണ്. ഇതിലിപ്പം കഥ സ്റ്റാർട്ടിങ് അവിടെയാണ്, അതിന്റെ ഒരു പ്രധാന പോയിന്റ് അവിടെയാണ്. അപ്പൊ ഈ ആ പരിസരം സിനിമയിൽ വരുമ്പോഴേ അത് നമ്മള് എന്താ പറയാ കൺവീൻസിന്റെ ഭാഗമായിട്ടാണ്, അത് റെപ്രസെന്റേഷന്റെ ഭാഗമായിട്ടാണ്? അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ബേസിക്കലി ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കാസർഗോഡുകാരനാണ്, നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. നമുക്ക് എപ്പോഴും നമ്മളൊരു സ്റ്റോറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോഴോ എഴുതുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടും നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാരും ഇല്ലേ, നമ്മൾ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരിക. ഇപ്പം ഞാൻ അതേ സമയത്ത് പുറത്ത് വളർന്ന ഒരാളാണ്, നമ്മൾ അങ്ങനെ പിടിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുകയെന്ന് വെച്ചാൽ എൻ്റെ നാടും നാട്ടുകാരും അല്ലെങ്കിൽ ആ നാട്ടിൻപുറം എന്നുള്ളൊരു തീം തന്നെയാണ് ആദ്യം എഴുതി വരുമ്പോൾ ഉണ്ടാവുക. പിന്നെ അതിൽ നിന്നും എഴുതി മാറുമ്പോഴാണ് നമ്മളെപ്പോഴും ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുക. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് കാസർഗോഡ് തന്നെ പറയാണ്ട് അതിനെ കണ്ണൂരിലേക്ക് വലിക്കും. ഇപ്പം ഈ കാസർഗോഡ് പക്ക ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പോൾ അതാണ് ഈ കണ്ണൂരേക്ക് വലിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു വളർന്നിട്ടുള്ള തെയ്യങ്ങളാണെങ്കിലും എൻ്റെ ഈ പടത്തിനെടുത്താൽ തന്നെ കാണാം തെയ്യത്തിൻ്റെ ഒരു എലമെൻറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? സോങ്ങിനകത്തൊരു ചെറിയൊരു എലമെൻ്റ് ഉണ്ട്. അപ്പോൾ തെയ്യം കണക്ട് ചെയ്തിട്ടുള്ള പരിപാടികൾ നമ്മൾ കണ്ടു വന്നിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പം അതിൽ ഇപ്പോൾ ഈ നവാസ്ക ചെയ്ത രാഘവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അയാളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും അയാളുടെ ഹെയർ സ്റ്റൈലാണെങ്കിലും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നാട്ടിൻപുറത്തുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു തനിത ശൈലിയാണ് നമ്മൾ അതിനകത്ത് പിടിക്കാൻ നിന്നില്ല. പലതാണ്. കുഞ്ഞികൃഷ്ണ മാഷാണെങ്കിലും 2 കടുക്കനൊക്കെ ഇട്ട് ആ നാട്ടിൻപുറത്ത് നമ്മൾ കണ്ടിട്ടുള്ള വ്യക്തികളാണ് ഇതൊക്കെ ഉള്ളത്. എല്ലാവർക്കും നമ്മൾ അത്രത്തോളം നോക്കിയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇനി എത്ര പടം വന്നാലും ഇപ്പം നമ്മളിപ്പോൾ ഞാൻ കഥ എഴുതി ഇപ്പം ഞാനും ശ്രീഹരി എഴുതുന്നതാണെങ്കിൽ എന്തായാലും അതിനകത്തൊരു എവിടെയെങ്കിലും മലബാറിന്റെ ടച്ച് എന്തായാലും ഉണ്ടാവും. മറ്റൊരാൾ ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ സ്ക്രിപ്റ്റും കൊണ്ടുവരുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമ്മൾ എത്ര എഴുതിയാലും അതിനകത്ത് അതെ സോളിന്റെ ഭാഗമായിട്ട് അത് അങ്ങനെ വരുള്ളൂ. സോഷ്യൽ മീഡിയ വഴിയാണ് ഈ സിനിമ എയിം ചെയ്ത് എന്താ പറയാ അതിനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മൾ വിചാരിച്ച പോലെ വർക്കാവുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഒരു അവസരമുണ്ട് ഉപയോഗിക്കാൻ എന്ന് കരുതിയാണ് സോഷ്യൽ മീഡിയയിലോട്ട് ഇതാവുന്നത്. ഉറപ്പായിട്ടും. കാരണം കുറേ ഓഡീഷൻ പരിപാടിയിലൊക്കെ പോയി എങ്ങനെയായാലും സിനിമയിലെത്തുക എന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കും മുതലേ ആണെങ്കിലും എങ്ങനെയായാലും സിനിമയിലെത്തണം. ഞാനും നിഹാലും ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് 2 പേർക്കും എങ്ങനെയായാലും സിനിമയിലെത്തണം ഒരു വഴി. അതെ അതുകൊണ്ടാണ് ഇപ്പോഴും ഇതേണങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങിയാണെങ്കിൽ ഒരു 4-5 മാസം ചെയ്തിട്ട് ഞങ്ങൾ വേറെ പല വഴിക്ക് പോയത്. ഞങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും സിനിമയിലെത്തണം. അപ്പോൾ അങ്ങനെ കുറേ ഓഡീഷനൊക്കെ പോയി പക്ഷേ നടക്കാനുള്ള എങ്ങനെയും പെട്ടെന്ന് സമയം കിട്ടുക പറഞ്ഞ പോലെ സമയമില്ല എന്നുള്ളൊരു തോന്നല്. അതൊക്കെ ഓരോരുത്തരുടെ ചിന്തകളാണ്. ഞങ്ങൾ ഇത് വേറെ വിട്ടു പോകും. അതിനെല്ലാവർക്കും കൊടുത്തതാണ്. അപ്പൊ ഓഡീഷനൊക്കെ പോയി നടക്കണില്ല. വേണമെന്നാ ഓക്കെ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് കഥകൾ എഴുതി ഇങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങാം. അപ്പോൾ റീൽസ് ഇടുമ്പോൾ അത്യാവശ്യം ആൾക്കാരിലോട്ട് എത്തും. അങ്ങനെ തുടങ്ങിയതാണ്. ഞാനും നിഹാലും നിബ്രാസുമാണ് നമ്മൾ 2ാം ക്ലാസ് തൊട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം അന്നോട്ടുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അങ്ങനെ ഒരുമിച്ച് തുടങ്ങിയപ്പം അവർക്കും ഇപ്പം നിഹാലിപ്പോൾ ഒരു ജയസൂരിയായിട്ടൊരു പടം കഴിഞ്ഞു, നിബ്രാസ് ടോവിനുമായിട്ടൊരു പടം കഴിഞ്ഞു. എല്ലാരും ബിസിയാണ്, ശരിക്കും നല്ല ബിസിയാണ് ഇപ്പം. ഞാൻ പറഞ്ഞ ഞാൻ അമീനെ വിളിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നിഹാല് തിരക്കാണ്, ഇബ്രാസ് തിരക്കാണ്, എല്ലാവരും ബിസിയായി ഇപ്പം. അതെ. ഈ സിനിമയുടെ നമ്മൾ റീലൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ബേസിക്കലി നമ്മുടെ റൈറ്റർ ആണല്ലോ. റൈറ്റിംഗ് എല്ലാ പടി നമ്മൾ തന്നെ ചെയ്യണം. അപ്പം ആ ഒരു എന്താ പറയാ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഡയറക്ഷൻ, റൈറ്റിംഗ് എല്ലാം ഉണ്ട്. എന്തായാലും അത് ഈ പറഞ്ഞ എനിക്ക് തുടക്കം ആക്ടിങ് പരിപാടി മാത്രമായിരുന്നു ഇഷ്ടം. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ചെയ്യുന്നു, അത് പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ഇത് ഇപ്പം എല്ലാം കണ്ടന്റാണ്, സിനിമയും കണ്ടന്റാണ്, ഇതും കണ്ടന്റാണ്.
അപ്പോൾ അതിനകത്തും ഡയറക്ഷൻ വേണം, പരിപാടികൾ വേണം, എഡിറ്റിംഗ് വേണം, ഡബിങ് വേണം. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നപ്പോൾ ഇപ്പം എനിക്കും അവന് ആഗ്രഹമുണ്ട് ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം, ഡയറക്ഷൻ ചെയ്യണം. എന്തായാലും ഒരു 5 വർഷത്തോളം. ചേട്ടാ ഈ സോഷ്യൽ മീഡിയ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നിരന്തരം ഇടണമല്ലോ, സ്ഥിരമായിട്ട് ഇടണം. നമ്മളപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് എത്തിയെന്ന് വരില്ല, ചിലപ്പോൾ വിചാരിക്കുന്നത് കയറിപ്പോയി നോക്കാമല്ലോ. ഈ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ഡിസ്കറേജോ അല്ലെങ്കിൽ ഇത് നടക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഇതുവരെ ഇല്ല. ഇപ്പോൾ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഒരു 3 കൊല്ലത്തെ മേലായി. അന്നോട്ട് ഇന്ന് വരെയും നമുക്കൊരു നെഗ് കിട്ടിയിട്ടില്ല. കാരണം ഫസ്റ്റ് വീഡിയോ ഇട്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അന്നോട്ട് തന്നെ നമുക്ക് ഓഡിയൻസ് ഉണ്ട്. അപ്പം അവരുടെ ആഗ്രഹം ഞങ്ങൾ സിനിമയിലെത്തണമെന്നാണ്. ഇപ്പം അവരുടെ ആഗ്രഹം ഞങ്ങളത് നിർത്തരുത് എന്നാണ്. അല്ല, നമ്മളെന്തായാലും സിനിമയും ഇതൊക്കെ ഉള്ളിടത്തോളം കാലം ഇവിടത്തൊക്കെ തന്നെ കാണും. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു ഇവര് ഇപ്പൊ 3 പേർക്ക് ഒരുമിച്ച് കൂടാൻ പറ്റില്ല. 3 പേരും ബിസിയായി. അതെ, അപ്പൊ അതിന്റെ അടുക്ക ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അതിലൊരാഴ്ച ഒരു ദിവസം. ഇപ്പൊ ഞാൻ ഇന്നലെ കാസർഗോഡ് വേണമായിരുന്നു, അതിന് മുമ്പ് കൊല്ലത്ത് പോയിട്ടാണ് പിന്നെ കാസർഗോഡ്. കൊല്ലത്ത് പോയ സമയത്ത് ഒരു എടുത്ത് ഇന്ന് വേണം ഒന്നെങ്കിലും ഒരു മാസം വിടാൻ പാടില്ല. ആളുകളെ ഇപ്പൊ നമ്മൾ കാസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സഹായിക്കുന്നില്ലേ ആളുകളെ കണ്ടുപിടിക്കാനൊക്കെ? അത് അല്ല, മുന്നേ ഈ പറയുന്ന പോലെ നാടകത്തിൽ നിന്ന് എടുക്കുന്നു, മിമിക്രി എടുക്കുന്നു, നമ്മൾ അങ്ങനെയൊക്കെ എടുക്കുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇന്ന് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മളിന്ന് തുറന്നു കഴിഞ്ഞാൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അല്ലെ നല്ല എല്ലാം സ്കില്ലുള്ള പിള്ളന്മാരുണ്ട്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവന്മാർക്ക്. പവറാണ്, തീയാണ് ഇവന്മാർ. അപ്പൊ അങ്ങനെ തപ്പിട്ടാകുമ്പോൾ കിട്ടിയ കുറെ തീകളുണ്ട്. അതെ, അങ്ങനെ ദത്തെടുത്ത് കിട്ടിയതാണ്. പിന്നൊരു തീ നമ്മൾ കണ്ണൂരിൽ നിന്ന് കൂടി പൊക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രിപ്റ്റില് ഈ പറയുന്ന പോലെ കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ ക്യാരക്ടർ മഹാലക്ഷ്മി ബെനഡിറ്റ് എന്നൊരു ക്യാരക്ടർ വരുമ്പോ തന്നെ ആര് വെക്കാം, നമുക്ക് മൈൻഡിലേക്ക് പോയത് ഈ രാജൻ, അയാൾ ചെയ്തിട്ടുള്ള പല്ലിന് അത് ചെയ്തിട്ടില്ല, രാജൻ, ഗുണ്ടാരാജൻ. ആ ക്യാരക്ടർ അതിനകത്ത് ഉണ്ട്. തിയേറ്ററിൽ പുള്ളിയുടെ ഇതുവരെ കയ്യടിയാണ്. പുള്ളി നിൽക്കുമ്പോ തന്നെ നമുക്ക് ചിരി വരും. ഇന്നലെ തന്നെ കാസർഗോഡ് ട്രെയിൻ കാത്തിക്കുമ്പോ പുള്ളി നമുക്ക് പുറത്തുനിന്ന് കാണാം. പുള്ളിക്ക് നമ്മളെ കണ്ടുവിടാം. പുള്ളി നിൽക്കുന്ന തന്നെ ഒരു കോമഡിയാണ്. പഴയൊരു ഇന്നസെന്റ് പരിപാടിയാണ്. അല്ല, ഞാൻ പറഞ്ഞ ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ. ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല്, FB ഇൻസ്റ്റയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വിജീഷേട്ടൻ അത് കറക്റ്റ് യൂസ് ചെയ്തെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് എനിക്കും അനുഭവമുള്ളതാണ്. വേറെ പടങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ റീച്ച് നോക്കിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ അഭിനയിക്കുന്നവരെയൊക്കെ പിടിച്ചിടും. പക്ഷേ ഈ പടത്തിൽ ഒരിക്കലും വിജീഷേട്ടൻ വേണമെങ്കിൽ ചെയ്യായിരുന്നു. വേണമെങ്കിൽ ഞങ്ങളെ ചെറിയ ചെറിയ റോളുകൾ പിടിച്ചിട്ട് വിജീഷേട്ടൻ അത് ചെയ്യായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്കാണെങ്കിലും സനീഷേട്ടനാണെങ്കിലും സുബിനണ്ണനാണെങ്കിലും അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യമല്ല സാഗറിന് കഴിഞ്ഞാൽ പിന്നെ ഷോൾഡർ ചെയ്യേണ്ട ക്യാരക്ടേഴ്സാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനത്തെ ഉള്ള ഇത് അതിന് ഇത്തിരി ഗട്സ് വേണം, റിസ്ക് ഉണ്ട്. പൊതുവെ ഇതൊരു എളുപ്പപ്പണി കൂടിയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ വെച്ച് കഴിഞ്ഞാൽ അവരെ ഫോളോവേഴ്സ്. അതെ അതെ, ഇതിൽ 2 കാര്യം വെച്ചാൽ ഞാൻ അങ്ങനെ എടുത്തെങ്കിൽ തന്നെ ഇതിന് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും നല്ലൊരു പ്രൊഡക്ഷൻ കൂടെ വേണം. അത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ നവരസയിലെ ശ്രീധേട്ടനാണെങ്കിലും സുധീഷേട്ടനാണെങ്കിലും കാർത്തിക് സാറാണെങ്കിലും ഇവരൊക്കെ നന്നാ സപ്പോർട്ട് ചെറുതൊന്നും അല്ല. കാരണം അവരും പിന്നെ വെച്ചാൽ നമ്മുടെ കണ്ടന്റിൽ അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. എന്തായാലും പ്രൊഡക്ഷൻ ടീമിനെ കണ്ടുപിടിക്കാൻ ചെറിയ ടീമാണ്, ചെറിയ പടമാണ്. അപ്പോൾ അതെ അതെ, ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരു 2ാമത്തെ 3ാമത്തെ പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ പോയി വന്നതാണ് നവരസയിലേക്ക്. അങ്ങനെയാണ് എത്തിപ്പെടുന്നത്. സുധീഷേട്ടൻ്റെ സുഹൃത്താണ് ശ്രീധേട്ടനിലേക്കാണ് എത്തിപ്പെടുന്നത്. ശ്രീധേട്ടൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രീധേട്ടൻ്റെ കയ്യിലെത്തിയ പിന്നെ പരിപാടി വളരെ ഫാസ്റ്റ് ആയിരുന്നു പരിപാടി. പിന്നെ വലങ്കൈ അഭിജിത്ത്. അപ്പോൾ പിന്നെ ശ്രീധേട്ടൻ്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സ്റ്റോൺ ബെഞ്ച് ഇതിനകത്തേക്ക് ഷൂട്ടിന് മുന്നേ തന്നെ സ്റ്റോൺ ബെഞ്ച് ഇതിനകത്തേക്ക് ഇന്നായിരുന്നു. കാർത്തിക് സുബ്രാജിന്റെ മറ്റേ പാനിന്റെ സിനിമ, വലിയ സിനിമകളുടെ കാലമാണ്. എല്ലാവരും വലിയ കോടികൾ നോക്കുകയാണ്. പക്ഷെ ഭാഗ്യവശാൽ മലയാളത്തിൽ അങ്ങനെ അതിനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളൊരു മെച്ചമുണ്ട്. അപ്പോഴും ചെറിയ സിനിമ ഉണ്ടാക്കുമ്പോൾ ആളുകൾ കണക്കൂട്ടല്ലേ ഇത് ഇത്ര പോവോ, അങ്ങനെ ഒരു ആശങ്കകളൊക്കെ ഉണ്ടാവില്ല. അതെ, അത് നമ്മളൊന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല, ദൈവാനുഗ്രഹം പ്രേക്ഷകരുടെ സപ്പോർട്ട് കേട്ടോ. ഏറ്റവും ഭയങ്കര നന്ദി പറയേണ്ട പ്രേക്ഷകരോടാണ്, നമ്മളെ പ്രൊഡ്യൂസേഴ്സിനോടാണ്. കാരണം ഇങ്ങനത്തെ കാസ്റ്റിങ്, ഇത്രയും ബഡ്ജറ്റ് വരുന്നുണ്ട്,
എന്നിട്ടും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നു. വളരെ സപ്പോർട്ടിങ് ആയിരുന്നു പ്രൊഡക്ഷൻ സൈഡ്. ഇപ്പോൾ ഈ സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2ാമത്തെ ആഴ്ചയിലേക്കാണ് പോകുന്നുള്ളത്. നല്ല രീതിക്ക് കളക്ഷൻ എടുത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച എങ്ങാനും തമിഴിലേക്ക് ഇത് തമിഴിൽ റിലീസാണ്. ഓൾറെഡി മലയാളം അവിടെ റിലീസാണ്. ഇപ്പോൾ ഡബ് വേർഷൻ തമിഴിലും തെലുങ്കിലോട്ടും പോകാൻ നിൽക്കുകയാണ്. തെലുങ്കിലേക്കും പോകുന്നുണ്ട്. ഒരു കുഞ്ഞു നമ്മൾ പോലും അറിയണം നമ്മൾ പാരന്റിനായി. അതെ 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 അവരൊക്കെ നമ്മൾ സിനിമ നോക്കുന്ന സമയം കൂടെയാണ്. എന്താണ് വ്യത്യസ്തമായിട്ട് വരുന്നത് നോക്കി. അല്ല, എനിക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറെ മെസ്സേജുകൾ അവിടെയൊക്കെ അത്യാവശ്യം തമിഴിലേക്ക് നോക്കി വരേണ്ടി വരും. അതല്ല, എല്ലാവർക്കും കിട്ടട്ടെ, നല്ല നല്ല അവസരം കിട്ടട്ടെ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട്. ഭയങ്കര സന്തോഷമാണ്. ഈ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആളോട് ചോദിക്കണേ, സോഷ്യൽ മീഡിയ ഭയങ്കര ട്രിക്കി പ്ലേസാണ്. നമുക്ക് അംഗീകാരം കിട്ടുന്ന അത്ര തന്നെ വിമർശനം കിട്ടും. നമ്മൾ എന്ത് പറയുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലമല്ല. അപ്പോൾ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരാളാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫിയർ ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പത്തുള്ള ഞാൻ ഫസ്റ്റ് ഉജ്ജ്വലൻ്റെ ഇൻ്റർവ്യൂസിനാണേലും നമ്മൾ ഈ പറഞ്ഞ പോലെ റിയൽ ലൈഫിൽ നിൽക്കുന്ന പോലെ ഇതേപോലെ സോഷ്യൽ മീഡിയയിലും ഇൻ്റർവ്യൂസിലൊന്നും നിൽക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് പിടിച്ചിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മളായിട്ട് നിൽക്കുമ്പോൾ ചില എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനും വിജീഷേട്ടനായിട്ടുള്ള കമ്പനി വെച്ച് ഞങ്ങൾ ഇങ്ങനെ നല്ല സംസാരിക്കേണ്ടത്. ഓക്കെ, നല്ല പിടിച്ചിരുന്നതാണ് മനസ്സിലായി. അപ്പം അതൊരിക്കലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, വേറെ ആയിരിക്കണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ സിനിമ ലോകത്തിനുള്ള ആൾക്കാരുടെ മുമ്പിലും സീനിയോറിറ്റി ഉണ്ട്, ആൾക്കാരുടെ മുമ്പിലും സീനിയോറിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാലും നടക്കില്ല. കാരണം അവരെന്ത് വിചാരിച്ചോട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ പോകത്തോളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരാണ് നമ്മളെ സിനിമയും വീഡിയോസൊക്കെ കാണണ്ടേ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ എങ്കിലും കുറച്ചെങ്കിലും നിൽക്കണം. അല്ലാതെ മറ്റാണെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും വീട്ടിൽ ഇരിക്കേണ്ടി വരും. ആ ചിന്താഗതി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വീട്ടിലിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊക്കെ എന്താ വീട്ടിൽ വേണം. എല്ലാവരും, അത് നിങ്ങൾ മാത്രമല്ല, നമ്മളും സോഷ്യൽ മീഡിയ കാലത്ത് സോഷ്യൽ മീഡിയ നല്ല ഇപ്പം എന്തായാലും ഇപ്പൊ സിനിമ ആണെങ്കിൽ പോലും പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ വേണം. എല്ലാം കണക്റ്റഡ് അങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ മേഖലയിലുള്ളവരും ഒരു പിടുത്തിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരുടെ അവസ്ഥയും തന്നെയാണ്. ഒരു പടം ഹിറ്റായി എന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത പടം ഇപ്പം വെച്ചാൽ അതിനെ മസിൽ പിടിച്ച് നടന്നൊന്നും കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ അതേപോലെ പോകാൻ ആളുകൾ ഇമേജ് സോഷ്യൽ മീഡിയ ഡിസൈഡ് ചെയ്യുന്നത് വെറുതെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് അവൻ ഇത്രക്കാരനാണ് അല്ല അവൻ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. മുമ്പ് ചെയ്ത വർക്കൊന്നും അതിനകത്ത് മാറ്റർ ആവില്ല. ഈ കാസർഗോഡ് നിന്നാണ് വരുന്നത്. അപ്പോൾ സിനിമ നടക്കുന്നത് കൊച്ചിയിലാണ്. കാസർഗോഡ് നിന്ന് ഇവിടെ എത്തിച്ചേരുക എന്നുള്ള ഒരു ടാസ്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വയനാടാണ് വരുന്നത്. എനിക്ക് അപ്പം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എത്തിച്ചേരുക, എന്നിട്ട് ഇവിടെ ഒരു ലോകം ഉണ്ടാക്കി എടുക്കുക, അതിൽ നിന്ന് നമ്മൾ സക്സസ്ഫുൾ ആയി എടുക്കാന്ന്. ഈ ഒരു അയ്യോ, അതൊക്കെ വലിയ കാര്യമാണ്. കാരണം വെച്ചെങ്കിൽ എൻ്റെ നാട് ശരിക്കും കാസർഗോഡ് ജില്ലയിൽ പാണത്തൂർ എന്ന് പറയും. ഞങ്ങൾ ബോർഡർ കൂർഗ് ബോർഡറാണ്, പാണത്തൂർ കൊടക് ബോർഡറാണ് ഞങ്ങൾ ശരിക്കും താമസം. അപ്പോൾ എൻ്റെ നാട്ടിൽ തിയേറ്ററൊന്നുമില്ല. പണ്ട് സിനിമ കോട്ടയൊക്കെ ഉണ്ടായിരുന്നു, പത്മ തിയേറ്റർ എന്നൊക്കെ പണ്ട്. ഇന്ന് തിയേറ്ററൊന്നുമില്ല. ഞങ്ങൾക്കൊരു സിനിമ കാണുന്നത് 44 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് സിനിമ കാണുന്നത്. അതിപ്പോഴും അങ്ങനെയാണ്. ചേട്ടന്റെ നാട്ടുകാർ പടം കണ്ടത് ടൂറിസ്റ്റ് ബസ് വിളിച്ച് 47 കിലോമീറ്റർ ഇപ്പുറത്തൊന്നാണ് പ്രകമ്പനം കണ്ടത്. അതെ, അപ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട് അത് വേറെ തന്നെ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് സിനിമാ മോഹമായിട്ട് ഞാൻ അവിടെ ഒരു മൊബൈൽ ഷോപ്പ്, ചെറിയ ഷോപ്പ്, പിന്നെ ഒരു ജെൻസിൻ്റെ ഒരു ബ്യൂട്ടി പാർലർ പരിപാടിയൊക്കെ ആയിട്ട് മൊബൈൽ ടെക്നീഷ്യനാണ് ബേസിക്കലി. അപ്പം അങ്ങനെ പരിപാടിയാണ്. പക്ഷേ സിനിമാ മോഹം ഉള്ളിലുണ്ട്, വളരെയായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളത് ചോദ്യമാണത്. അപ്പം ഇതിൻ്റെ പുറകെയുള്ള യാത്രകൾ തന്നെയാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് അവിടെ ഓഫ് ബീറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് അഭിനയമാണ് ആദ്യം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയത്. ഡയറക്ടർ ആകണമെന്ന് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ചിന്താഗതിയേ ഉണ്ടായിരുന്നില്ല. ആക്ടർ ആകുന്നുള്ളത് മാത്രമാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ അവിടെയുള്ള അവസരങ്ങളൊക്കെ ചോദിച്ച പലയിടത്തും പോവുക, അങ്ങനെ എത്തിപ്പെടുക. പിന്നെ ഞാൻ എത്തിപ്പെട്ടെന്ന് വെച്ചെങ്കിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറഞ്ഞ പടം ദിലീഷ് പോത്തൻ്റെ കാസർഗോഡായിരുന്നു. 2016 തോന്നുന്നു ആ പടം അവിടെ ഷൂട്ടിന് വരുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞ ഓഡീഷനിൽ പോവുകയും ആ പടത്തിൽ നിന്ന് സെലക്ട് ആവുകയും ചെയ്തു. സെലക്ട് ആവുകയും പിന്നീട് രാജേഷ് മാധവൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ രാജേഷ് ഞാൻ നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധമൊക്കെ വെച്ചിട്ട് അതിനകത്ത് എനിക്കൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യാനൊരു അവസരം കിട്ടി. എൻട്രിയാണ് ആ സിനിമ ശരിക്കും പറഞ്ഞത്. അപ്പോൾ എനിക്കൊന്ന് ഒരു 35 ദിവസത്തോളം ഞങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദിലീഷ് ഏട്ടൻ പുള്ളി, ഞാൻ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഒരു അദ്ദേഹത്തിൻ്റെ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം വെച്ചാൽ പുള്ളി ഒരു ആർട്ടിസ്റ്റിനോട് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവിടെ വേണമെങ്കിൽ അസോസിയേറ്റിനെ വിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. പുള്ളി തന്നെ നേരെ പോയി
അപ്പോൾ ഞങ്ങളോട് വന്നിട്ട് ഇത് ഇന്നാണ് ഇതിൻ്റെ ക്യാരക്ടർ, ഇന്നതാണ് പരിപാടി, കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിലിങ്ങും പറഞ്ഞു തരും. മറ്റേ വെള്ളം എടുക്കുന്ന സീന് പറഞ്ഞിട്ടുള്ളത്. അതെ വെള്ളം വേണം. അപ്പോൾ ദിലീഷ് ചേട്ടൻ്റെ ഒരു അതെ. അപ്പോൾ ഞാൻ ദിലീഷ് ചേട്ടനോട് എനിക്ക് അസിസ്റ്റൻ്റാണ് ഭയങ്കര മോഹമായി. ഈ സിനിമയോട് ഡയറക്ഷനോട് താല്പര്യം വരുന്ന ദിലീഷ് ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് തന്നെയാണ്. അവിടെ ഇവിടെ ആക്ടറിനൊന്നും അല്ല, ഇവിടെ ഡയറക്ടറാണ് എന്നുള്ള രീതിയിൽ നമ്മളവിടെ കാണുകയാണ്. ആക്ടറിനും ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത്, ഞാൻ പറഞ്ഞു അത് മൊത്തം പരിപാടി പുള്ളിയുടെ ഇല്ല. അപ്പോൾ ദിലീഷ് ചേട്ടനോട് ഞാൻ വെച്ച് എന്നെ അസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഓൾറെഡി അന്ന് 12 പേര് ദിലീഷ് ചേട്ടൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ചിരിച്ചു കൊണ്ടേടാ നമുക്ക് അടുത്തേക്ക് നോക്കാം, നീ ഉണ്ടല്ലോ ഇവിടെ, ഇതൊക്കെ നോക്കി പഠിക്കുന്നു വെറുതെ പറഞ്ഞാണ്. പക്ഷെ ഞാൻ കൃത്യമായിട്ട് എനിക്കൊന്നും എനിക്കൊരു 30 ദിവസം കൊണ്ടുപോകത്തെ എൻ്റെ വർക്ക് കഴിഞ്ഞു. പടം വെച്ച് 40-something ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ 40 ദിവസം സെറ്റിലായിരുന്നു. ഞാൻ പുറത്തു നിന്ന് നോക്കി പഠിക്കായിരുന്നു. ശരിക്കും എനിക്ക് അതെ എനിക്ക് ഡയറക്ഷനിൽ ഗുരുക്കന്മാരായിട്ട് ആരുമില്ല. ഞാൻ ആരുടെ കൂടെയും ഈ പറയുന്ന പോലെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ ഈ ഏകലവ്യന് ദ്രോണാചാര്യ ഗുരു എന്ന് പറയുന്ന പോലെ ഞാൻ നോക്കിക്കണ്ട് പഠിച്ചത് ദിലീഷ് പോത്തനെയാണ്. അല്ലല്ല, അതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അതിന് മുന്നേ കുറേ പടങ്ങളുടെ കൂടെ ഞാൻ ഈ പറയുന്ന പോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം പിടിച്ചു. ആ ഷോർട്ട് ഫിലിം ഒന്നും ഇറക്കില്ല. അത് കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇറക്കേണ്ടത് തോന്നും, അതവിടെ വെക്കും, വീണ്ടും ഒരു ഷോർട്ട് ഫിലിം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പം പിന്നീട് എനിക്ക് ഡയറക്ടറായാൽ കൊള്ളാമെന്നുള്ള രീതിക്ക് എങ്ങനെയൊരു ബന്ധം വേണം നമുക്ക്. ബന്ധങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് കിട്ടിയ സിനിമാ ബന്ധങ്ങൾ, രാജേഷിൻ്റെ ഫ്രണ്ട്, അതിൻ്റെ വേറെ കണക്ഷനുള്ള ഫ്രണ്ട്സ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു മൊബൈൽ കടയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഒരു 100-200 രൂപ അവിടെ ഒരു ഭണ്ണാരത്തിലിട്ട് വെക്കും. ഇത് ആ കുടുക്കൊക്കെ വെച്ച് ഫില്ലാകുമ്പോൾ ആ പൈസ എടുത്ത് നേരെ ഞാൻ കൊച്ചിയിലോട്ട് വരും. മനസ്സിലായില്ലേ? വന്ന് ഇവിടെ നമ്മുടെ സിനിമാ സർക്കിളിൽ എന്നെ പോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ കൂട്ടത്തിലേക്ക് കുറച്ച് ക്യാഷും കൂടി ഞാൻ കയറി വരും. അവിടെ അതെ ഒരാൾ കൂടി കയറി വരും, അവരുടെ കൂടെ നിൽക്കും. അവിടുന്ന് പിന്നെ പലയിടത്തോട്ടുള്ള യാത്രകളാണ്, പല പ്രൊഡ്യൂസേഴ്സിനെ കാണാം, അങ്ങനെയുള്ള പരിപാടി. ഒരു ദേശാടന കിളി എന്നാണ് എന്നെ വിളിക്കുക ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ. കാരണം ദേശാടന കിളി വരുന്ന പോലെ ദൂരേന്ന് വരും, കയ്യിലുള്ള പൈസ തരുമ്പോൾ വീണ്ടും തിരിച്ചു പോകും. ഇതാണ് പരിപാടി. ഈ ജേണിക്കടയില്ലേ നമ്മളിപ്പോ ഈ സ്ഥലത്തിനിടയിൽ എപ്പോഴും തോന്നിയിട്ടുണ്ടാവോ? അല്ല, ഒരുപാട് പ്രാവശ്യം തോന്നിയും. ആ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. നമ്മളിപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഇതിൻ്റെ പുറകെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കച്ചവടം, ഒരു കടയുണ്ട്, ആ അറിയുന്നൊരു പണിയുണ്ട്. എന്നാൽ പിന്നെ അതെടുത്ത് നാട്ടുകാരെല്ലാവരും പറയും. പക്ഷേ എന്തോ എൻ്റെ വൈഫ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. വൈഫ് അതെ വീട്ടിൽ നമുക്ക് എപ്പോഴും എൻ്റെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനോട് നന്ദിയും കടപ്പാടും കാണിക്കേണ്ട എൻ്റെ ഭാര്യയോടും എൻ്റെ അമ്മ, എൻ്റെ കൂടെ പിറന്നവരോടാണ്. അപ്പം അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ നിമിഷം ഇവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് കടയിലിരിക്കുമ്പോൾ തോന്നും, വേണ്ട ഇനി പരിപാടിയൊന്നും വേണ്ട, ഇനി ഈ മൊബൈൽ ഷോപ്പ് നോക്കി മര്യാദ ജീവിച്ച് പോവാം, 1 മാസം വരെ അടങ്ങിയിരിക്കും. പറ്റില്ല, ഉള്ളിൽ വരും, എങ്ങനെയായിട്ട് വരും ചാടും. പിന്നെ ഈ പറഞ്ഞ പോലെ എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞില്ല, നടനാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ, അതുള്ളിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പരീക്ഷണം ഇതിനകത്ത് നമ്മൾ നോക്കി നോക്കി ഞാൻ തന്നെ കാണുമ്പോൾ ഞാൻ അഭിനയിച്ച് എനിക്ക് അത്ര സുഖമായിട്ടാണ് ഹാർദങ്ങനെ എടുത്തോളാം അല്ലേ. മറ്റേ സിനിമ കണ്ടപ്പോൾ എനിക്ക് സിനിമയുടെ ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, അതായത് കണ്ണൂരാണ് കഥ നടക്കുന്നത്. അതിൽ പാർട്ടി ഗ്രാമമാണ് നടക്കുന്നത്, അതിൽ പാർട്ടി കഥകളുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ചില പൊളിറ്റിക്കൽ കമന്ററികളുണ്ട് സിനിമയിൽ. ഇപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കാണിക്കുന്ന രീതികളുണ്ട്, അവതരിപ്പിക്കുന്ന രീതികളുണ്ട്. അതിനകത്തൊക്കെ അതൊരു എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ ഇന്റൻഷനോടെ ചെയ്തതാണോ അതോ ജസ്റ്റ് ഫോർ ജോക്കായിട്ട് വരുന്നതാണോ? ജോക്കായിട്ടാണ് ചെയ്തതെങ്കിലും അതിനകത്ത് ഒരു ഫാക്റ്റ് ഉണ്ട്. കാരണം വെച്ചാൽ പലയിടത്തും ഇത് സംഭവിക്കുന്നതാണ്. ഇപ്പം പാട്ടിഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഫണ്ണായിട്ടാണ് നമ്മൾ കാണിച്ചാണെങ്കിൽ പോലും, ഇപ്പോൾ പട്ട് പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണ്ടയിലേക്ക് കൊണ്ടുവന്നിട്ട് വേറെ ഇപ്പം ജാതി സംഘടനകളൊക്കെ ഉണ്ടാവും. അപ്പം ഇവർ രണ്ടുപേരും മത്സരം എങ്ങനെ വെച്ചെങ്കിൽ അത് ബോഡി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ പട്ട് കൊണ്ട് തന്നെ മുകളിലിടുക, അത്രയും ചിന്താഗതി ഇല്ല രണ്ടാൾക്കാർ. അതൊക്കെ ഒരു ഫൺ രീതിക്ക് കാണിച്ചാണ്. ഉണ്ട് പാട്ടിഗ്രാമങ്ങളിൽ പലയിടത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 2026 ഈ തമാശകൾ ഇപ്പോഴും റെലവൻ്റ് ആണോ? മീൻസ് അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നു, ഇത്തരം ആളുകൾ, ഇത്തരം എന്താ പറയാ ഹിപ്പോക്രറ്റായ ആളുകൾ ഉണ്ടെന്നാണോ പാർട്ടിക്കകത്ത്? അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ശ്രീനേട്ടൻ പണ്ട് ചെയ്ത സന്ദേശം. ഇപ്പോഴും ഓരോ ട്രോളുകൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് പോകുന്നെങ്കിൽ
അതിവിടെ ഇപ്പോഴും ഉണ്ട്. അത് ഉള്ളതുകൊണ്ടാണ് ആ ട്രോൾ ഇപ്പോഴും ഇവിടെ വർക്കാവുന്നത്. ആ സീനൊക്കെയാണ് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ ഭയങ്കര ചിരി. അതെ, ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ ഇതിപ്പോഴും നടക്കുന്നുണ്ട്. ഇത് എത്ര ആയിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ചിന്താഗതിയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ചിന്താഗതിയിൽ വലിയ മാറ്റം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വിളക്ക് പോലും വെക്കാറില്ല. ആ അമ്മക്ക് ഞാൻ എനിക്ക് വന്ന് ഞാനൊരു ഇപ്പം വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ച് വർഷമായി. പാട്ടി ഗ്രാമം തന്നെയാണ്. അപ്പം അവിടെ അമ്മ ഒരു നിലവിളക്കുണ്ട് അവിടെ, ഫോട്ടോകളോ മറ്റേ കാര്യങ്ങളോ. അപ്പം ഞാൻ അമ്മയോട് എന്തോ സംസാരിക്കുന്നത് വെച്ചു, വിളക്ക് വെക്കുന്ന ടൈമാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുമ്പോൾ വിളക്കൊന്നും വെക്കാറില്ലേ? എവിടെ വെക്കാൻ, എനിക്ക് വെക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ മക്കൾക്ക് അത് ഇഷ്ടമല്ല. പിന്നെ ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ, എൻ്റെ ഇഷ്ടങ്ങൾ നോക്കാറില്ല. അങ്ങനെയുള്ള ഒരുപാട് അമ്മമാരുണ്ട് ഇപ്പോൾ മക്കളുടെ ഇഷ്ടം നോക്കി നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് ഇതുപോലെയുള്ള പല പരിപാടിയും, ഈ വിളക്ക് വെക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന പോലത്തെ. അത് നടക്കാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളത് ആരും വേദനിപ്പിക്കാനോ മറ്റേ കാര്യങ്ങളൊന്നും ചെയ്തെന്നില്ല. ഒൺലി ഫൺ, അത്ര മാത്രമാണ്. ഇപ്പം അതിനകത്ത് തന്നെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഇത് ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. നവാസ്ഖാൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. ഇവിടെ മരിച്ചവർക്ക്, അതായത് ജീവിച്ചിരിക്കുന്നവർ പട്ടിണി കിടന്ന് മരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ചത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ചൊല്ലുണ്ട്. കാരണം ഇവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഭക്ഷണം കിട്ടാത്ത സമയമുണ്ട്. അപ്പോഴാണ് മരിച്ചതിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ ഭക്തിയുടെ പേരിൽ ഒരുപാട് ചോറും ഇതൊക്കെ കൊണ്ടുപോയിട്ട് പലയിടത്തും വിളമ്പുന്ന പരിപാടിയുണ്ട് ഇല്ലേ? അതിനെയും വിമർശിച്ചിട്ടുണ്ട്. ജോക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ ഇങ്ങനെ ജോക്ക് പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോക്ക് ഇങ്ങനെ ഉള്ളത് ജോക്കല്ല എന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയം കൂടിയാണ്. ആളുകൾ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യും, അതായത് ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമ്മളെ എന്താ പറയുക, എഴുത്തിന്റെ ഫ്ലോയെ ബാധിക്കുമോ? ബാധിക്കാറുണ്ട്. അതായത് ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. ഇവർ എൻ്റെ വീഡിയോ എടുപ്പിൽ തന്നെ ബാധിക്കാറുണ്ട്. കാരണം ഞാനും ഇത് ശ്രീഹരി വടക്കൻ എന്നാണ് ഇതിൻ്റെ റൈറ്ററുടെ പേര്. അപ്പം എനിക്കൊരു നിർബന്ധമുണ്ട്, സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾ എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം വേണം എന്നുള്ളത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഞാൻ ശ്രീഹരിയും എൻ്റെ ഒരു AD ഉണ്ട്, അഭിജിത്ത്. പിന്നെ ഞങ്ങൾ 3 പേരാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് കഴിയുന്നവർ എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പം നമ്മൾ ഫുൾ ടൈം സ്ക്രിപ്റ്റിലിരിക്കുന്ന സമയത്ത്, അതായത് തമാശയ്ക്ക് വേണ്ടി ഒന്നും എഴുതാറില്ല. സിറ്റുവേഷനാണ് മാക്സിമം ഹ്യൂമർ ഉണ്ടാക്കാൻ നോക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വായിക്കുമ്പോഴേക്കും നമുക്ക് അരോചകമായിട്ട് നമ്മൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അന്നേരം തന്നെ നമ്മളത് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ശ്രീഹരിയോട് പറയും, നമുക്ക് മാക്സിമം ഈ പറയുന്ന പോലെ ചിരിപ്പിക്കാൻ വേണ്ടി ഡയലോഗ്സ് വേണ്ട. അത് നമ്മുടെ ആ സിറ്റുവേഷൻ തന്നെ നമുക്ക് കിട്ടും ആ സിറ്റുവേഷനിൽ. ഈ സ്ക്രിപ്റ്റ് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി ഒന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതെ, സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് സിറ്റുവേഷനിൽ പിന്നെ ഇവർ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ സിനിമ തുടങ്ങുമ്പോൾ ഒരു ഗ്രാമം തുടങ്ങുന്നു, ഒരു ഹോസ്റ്റലിലോട്ട് വരുന്നു, ഇത് എൻഡ് വരുന്ന ഒരു റൂമിന്റെ അകത്താണ്. ഈ ഒരു ഡിസൈനിങ് എങ്ങനെയായിരുന്നു ഇങ്ങനെ കൊണ്ടുവരുന്നത്? അതെ, ഇതിന് എന്തായാലും ഒരു ക്ലൈമാക്സ് വേണമല്ലോ എന്തായാലും. ഇപ്പം കണ്ണൂരിൽ നിന്ന് തുടങ്ങി ഈ പറഞ്ഞ ഹോസ്റ്റലിലോട്ട് എത്തി. പിന്നെ നമ്മൾ സ്ഥിരം സിനിമയിൽ കാണുന്ന ക്ലീശ പരിപാടികൾ എന്തായാലും ഒഴിവാക്കണമെന്നുണ്ട്. കുറേ ഈ പറഞ്ഞ മന്ത്രവാദവും പരിപാടി, തീ കൊണ്ടവും, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത്. കാരണം ഈ പറഞ്ഞ ഹൊറർ മൂഡ് സിനിമകൾക്ക് എപ്പോഴും കാണുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു വലിയ താടി ഇതൊക്കെ വെച്ച് ഒരാൾ വരിക, വന്നിട്ട് അയാൾ തിളക്കാൻ നോക്കുക. അപ്പോൾ ഇതെന്നല്ല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് ആദ്യമേ തന്നെ ഒരു അതെ അതെ അതെ. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ ഇതിനകത്ത് തിളക്കുന്നില്ലല്ലോ, തിളക്കുന്നില്ല, ചെയ്യാൻ പറ്റുമെന്നില്ലെന്നേ. ഇതൊക്കെ അതെ അതെ അതെ. ഈ പടം കാണണമെങ്കിൽ എൻജോയ് ചെയ്യണമെങ്കിൽ തലച്ചോറ് വീട്ടിൽ വെക്കുക. അതെ, അതുകൊണ്ട് നമ്മൾ ആദ്യമേ നമുക്കൊരു ഡിസൈഡ് ചെയ്തിരുന്നു, ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു തിളക്കൽ പരിപാടി മറ്റേ പരിപാടിയൊന്നും വേണ്ട, ഇതിനെങ്ങനെ ഫണ്ണായിട്ട് ഇതിനകത്ത് പര്യവസാനിപ്പിക്കാം. അതെ അതെ. അപ്പോൾ അതുകൊണ്ടാണ് രാജേഷ് മാധവൻ്റെ ക്യാരക്ടർ നമ്മൾ കൊണ്ടുവരും. ആ രാജേഷ് മാധവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. അടുത്ത സിനിമകളൊക്കെയാണ് ഞാൻ കേട്ടതാണ്, അത്ര വലിയൊരു പടം പ്ലാനിലുണ്ടെന്ന്, ശരിയാണോ? തീർച്ചയായിട്ടും വലിയൊരു പടം തന്നെയാണ് ഇപ്പോൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന വലിയൊരു പടം തന്നെയാണ്. ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആക്ഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു നല്ലൊരു എന്താ പറയുക, ഫാൻറ്റസി ജോണറാണ് പരിപാടി. വലിയ പരിപാടിയാണ് അത്. എന്താ പറയുക, എൻ്റെ സെക്കൻഡ് ഫിലിമായിട്ട് ചെയ്യാനിരുന്നത് അതന്നെയാണ്. അപ്പം അത് കുറച്ച് ലാഗ് വന്നതിൻ്റെ പേരിലാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. ഇപ്പോൾ നെക്സ്റ്റ് ആ ഒരു പ്രോജക്റ്റ് തന്നെയാണ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. ഇപ്പം പ്രകമ്പനം കണ്ട് എല്ലാവരും പ്രകമ്പനം കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരികയാണെങ്കിൽ അതൊരു തീർച്ചയായിട്ടും അത് വേറെ ഒരു ലെവലിൽ നിൽക്കുന്നൊരു പരിപാടിയാണ്. അതെ, താങ്ക് യു.